സ്റ്റേഷൻ ചുമതല സബ് ഇൻസ്പെക്ടർക്ക് നൽകാൻ ശുപാർശ. SHO സംവിധാനം പഴങ്കഥയാകുമെന്ന് സൂചന. പോലീസ് ആസ്ഥാനത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് നേതൃത്വം നൽകിയ 5 അംഗ സമിതി സമർപ്പിച്ച വിശദമായ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശുപാർശ. സംസ്ഥാനത്തുടനീളം പോലീസ് സർക്കിൾ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്ത് കേരള പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സർക്കാരിന് നിർദ്ദേശം സമർപ്പിച്ചു. ഇതുപ്രകാരം ഇൻസ്പെക്ടർമാരെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരെ നിയോഗിക്കുന്ന നിലവിലെ സംവിധാനം 63 പ്രധാന പോലീസ് സ്റ്റേഷനുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തുമെന്നാണ് നിർദ്ദേശം. പോലീസ് ആസ്ഥാനത്ത് ADGP നേതൃത്വം നൽകിയ 5 അംഗ സമിതി സമർപ്പിച്ച വിശദമായ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശുപാർശ. 210 പോലീസ് സർക്കിളുകൾ രൂപീകരിക്കണമെന്നും ഓരോ 3 പോലീസ് സ്റ്റേഷനുകളെയും ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കൊണ്ടുവരണമെന്നും കമ്മിറ്റി നിർദ്ദേശമുണ്ട്. ഈ പുനഃസംഘടനയോടെ നിലവിൽ പതിവ് ക്രമസമാധാന ചുമതലകളിൽ പ്രവർത്തിക്കുന്ന 206 ഇൻസ്പെക്ടർമാരെ ഒഴിവാക്കി മറ്റു പ്രത്യേക വിഭാഗങ്ങളിലേക്ക് പുനർനിയമിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സബ് ഇൻസ്പെക്ടർമാരിൽ നിന്ന് CIമാരിലേക്ക് സ്റ്റേഷൻ കമാൻഡ് മാറ്റിയത് ഗ്രൗണ്ട് ലെവൽ പോലീസിംഗിനെ പ്രതികൂലമായി ബാധിച്ചതിനെ തുടർന്നാണ് പാനൽ രൂപീകരിച്ചത്. ഇൻസ്പെക്ടർമാരായി സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിന് മുമ്പ് ഏകദേശം 10 വർഷത്തോളം SIമാരായി സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥർ അടിസ്ഥാനപരമായി പതിവ് സ്റ്റേഷൻ ചുമതലകളാണ് നിർവഹിക്കുന്നതെന്ന് പഠനം കണ്ടെത്തി. അതേസമയം സ്റ്റേഷനുകളുടെ സ്വതന്ത്ര ഭരണ ചുമതല നഷ്ടപ്പെട്ടത് സബ് ഇൻസ്പെക്ടർമാരുടെ മനോവീര്യത്തെയും പ്രവർത്തനക്ഷമതയെയും ഗൗരവമായി ബാധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ സ്റ്റേഷൻ കമാൻഡ് വീണ്ടും SIമാർക്ക് നൽകുക വഴി വ്യവസ്ഥാപരമായ കാര്യക്ഷമതാ കുറവ് പരിഹരിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ദിലീപ് സാർക്കേസ് സ്റ്റഡി അബ്രോഡ് PhD നിങ്ങൾക്ക് ഇനി വിദേശത്തും ചെയ്യാം. യൂറോപ്പ് ഈസ് ദ ഹോപ്പ്. ദിലീപ് സാർക്കേസ് ഈസ് ദ പാത്ത്. Dileep's Arcase Study Abroad.